ലൈൻ ഫാമിലിയിലെ മറ്റൊരു അംഗമാണ് ഈ കാണുന്ന ആർക്ക് ടൂൾ എന്ന് പറയുന്ന ഈ ടൂള്. ഇതും സത്യത്തിൽ ഒരു പാത്ത് തന്നെയാണ്. സെലക്ട് ചെയ്ത് ഒരിടത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ വരയ്ക്കാം. വരയ്ക്കുമ്പോൾ നമുക്ക് ഒരു ആർക്ക് ലഭിക്കുന്നതാണ്. ആവശ്യമായ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആർക്ക് ചെയ്ത് വരയ്ക്കാം. ഇങ്ങനെ വരയ്ക്കുമ്പോൾ ക്ലിക്ക് വിടാതെ അങ്ങനെ വരയ്ക്കുമ്പോൾ കീബോർഡിൽ അപ്പ് ഏരോ ഡൗൺ ഏരോ ഇപ്പൊ ഞാൻ ഡൗൺ ഏരോ പ്രസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ കർവ് മാറി വരുന്നത് കാണാം. കേട്ടോ, ഇത്രയേ ഉള്ളൂ. ഇനി അപ്പ് ഏരോ പ്രസ് ചെയ്യുമ്പോൾ കർവ് മാറി കേട്ടോ. നമുക്ക് ഇവിടെ വെച്ചിട്ട് നടത്താം. കേട്ടോ, ഇതിന്റെ കർവ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഇത് സെലക്ട് ചെയ്തിരിക്കുന്ന അവസ്ഥയിൽ അപ്പ് ഏരോ ഡൗൺ ഏരോ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കർവ് അഡ്ജസ്റ്റ് ചെയ്ത് ലഭിക്കുന്നതാണ്. മറ്റ് ലൈനുകൾക്ക് മറ്റ് നേരത്തെ കൊടുത്തിരിക്കുന്ന എല്ലാ ആട്രിബ്യൂഷൻസും ഇതിനും കൊടുക്കാനായിട്ട് സാധിക്കും. പല ബേസിക് ആയിട്ടുള്ള സംഗതികളും മറ്റുമെല്ലാം കൊടുക്കാനായിട്ട് സാധിക്കും. എല്ലാം കൊടുത്ത് ശീലിച്ച് നോക്കുക. യൂണിഫോം ആട്രിബ്യൂട്ട്സ് എല്ലാം അപ്ലൈ ചെയ്ത് വിവിധ തരത്തിൽ നോക്കുക. ധാരാളം തരത്തിലുള്ള ഡിസൈനുകൾ ഇതുകൊണ്ട് തന്നെ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇവിടെ നോക്കാം, ഒരു 20 പോയിന്റ് കൊടുത്തു. ഒരു ഒബ്ജക്റ്റ്, സിമ്പിൾ ഒരു ഒബ്ജക്റ്റ്. ഈ ഒബ്ജക്റ്റിനെ ഒരു 4-5 തരത്തിലുള്ള എന്താ പറയാ, ഒരു ആൾട്ട് പിടിച്ചുകൊണ്ട് ഒരു സ്പേസ് ബാർ ആൾട്ട് പിടിച്ചുകൊണ്ട് ഒരു കോപ്പി എടുത്ത് വെച്ചു. അതിനുശേഷം അല്പം ചെറുതാക്കി ഇങ്ങനെ വെച്ചു. ഇപ്പൊ തന്നെ ഒരു തീർച്ചയായിട്ടും ഒരു ഡിഷാനിയുടെ പോലെയുള്ള ഒരു ഡിസൈനായി മാറിയിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടുന്ന് ഈ ടൂൾ ഇതിനെ കുറിച്ച് മുൻപ് ഇനി അടുത്ത് പഠിക്കുന്നുണ്ട്. വെന്റ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇതിൽ ക്ലിക്ക് ചെയ്യും. അപ്പൊ ഒരു അതിന്റെ മീഡിയത്തിലുള്ള ഒരു ഒബ്ജക്റ്റ് കൂടി നമുക്ക് ലഭിക്കും. കൂടുതൽ സ്റ്റെപ്പുകൾക്ക് ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ കാണുന്ന സ്പെസിഫൈഡ് സ്റ്റെപ്സിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം പ്രിവ്യൂ ഓൺ ചെയ്ത് ഏരോ അപ്പ് ഏരോ പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് ധാരാളം തരത്തിലുള്ള ലോഗോസും മറ്റും ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഓരോ ഒബ്ജക്റ്റും നിസ്സാരമല്ല. അതിന്റെ വിവിധ തരത്തിലുള്ള ഷേപ്പ് ആപ്ലിക്കേഷൻസിലൂടെയും അതുപോലെ തന്നെ കളർ മറ്റുള്ള ആപ്ലിക്കേഷൻസിലൂടെയും ധാരാളം ഡിസൈനിങ് സാധ്യതകൾ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ഓരോ ഒബ്ജക്റ്റും അതിന്റെ പ്രയോഗത്തിലാണ് സംഗതി ഇരിക്കുന്നതെന്ന് പ്രത്യേകം മനസ്സിലാക്കുക. ആർക്ക് ടൂൾ